ചേട്ടാ ഇവിടെ നല്ല ബീഫ് എങ്ക കിട്ടും? ബീഫോ? ഹാ ഇവിടെ. കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി നോർത്തിൽ നിന്നിട്ട് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങടേക്ക് പോയതാണ്. ഇപ്പോൾ അദ്ദേഹം നോർത്തിൽ നിന്നിട്ട് കേരളത്തിലേക്ക് വന്നിരുന്നു. കേരളത്തിലെ ബീഫ് കഴിക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ഇങ്ങോട്ട് വന്നേ നീ. When the rest of the India goes in one direction, why Kerala goes in another direction? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? Many Indian regions treat beef differently, and why did Kerala take another path? അയ്യന്റെ മോനെ. ഇവര് സിമ്പിളായിട്ട് വീഡിയോയുടെ ഹൈലൈറ്റിലും അതിന്റെ ടീസറിലും ഒക്കെ പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ഇന്ത്യയുടെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും മറ്റൊരു ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം മാത്രം ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നു? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. ഈ ബീഫ് തിന്നുന്നതിന്റെ കാര്യത്തിലാണോ നമ്മൾ വേറെ ഒരു ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളത് ഇവരിങ്ങനെ മുദ്ര കുത്തുന്നത്? ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഐ സ്പെൻഡ് എ ഡേ വിത്ത് ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്, നോട്ട് മല്ലൂസ് അല്ലെങ്കിൽ നോട്ട് ഹ്യൂമൻസ്. ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. അവിടെ തന്നെ ഒരു വേർതിരിവുണ്ട്. ഹിന്ദുക്കൾ, ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളുടെ ഒപ്പം. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. I'm standing inside a small hotel in Kerala where beef is also a common food. അതുകൊണ്ട് ഇപ്പൊ എന്താ? And the thing is, nobody here is whispering or keeping it low key. Nobody here looks uncomfortable. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? We are not uncomfortable because we are eating a food. Okay? അല്ലാതെ ചാണകമല്ല ഞങ്ങൾ കഴിക്കുന്നത് അൺകംഫർട്ടബിൾ ആഹാനെ കൊണ്ട്. 20 kg ബീഫ്. എന്നാച്ചേ? ഈ ഒരു വീഡിയോക്ക് ഉടനീളം തന്നെ ബീഫ് കഴിക്കുന്ന ആൾക്കാർ ഇത്ര കിലോ ബീഫ് ഇവിടെ വിറ്റ് പോകുന്ന, ഇവിടെ ബീഫ് കൊടുക്കുന്ന, അയ്യോ ഓ പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. I'm scared. There's so many things happening here. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇട്ടുകൊണ്ട് എനിക്ക് പേടിയാണ് ഇവിടെ. അയ്യോ ഐ എം ലിറ്റിൽ സ്കേറി എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. This is a beef stall, and it's just 5 minutes away from the temple ground where Kerala's biggest festival, Thrissur Puram, happens. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇത് ഇന്ന ഒരു ഹോട്ടലാണ്, ഇത് തൃശ്ശൂരുള്ളൊരു ഹോട്ടലാണ്, അവിടെ തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്താണ് 20 കിലോ ബീഫും 20 കിലോ പോർക്കും ഒക്കെ വിൽക്കുന്ന ഹോട്ടലുകളുള്ളത്. എന്തിനാണ് ചങ്ങായി വന്നെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു കേരള സ്റ്റോറിയിലെ ആ ഒരു ചവറുകളൊക്കെ ആളുകൾ അംഗീകരിക്കും, റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംസ്ഥാനത്തു നിന്ന് കെട്ടിപ്പറക്കി പോയോളാണ് ഇവിടെ വന്നിട്ട് ഈ ഷോ കാണിക്കുന്നത്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. 2 കമന്റ് ഞാൻ വായിച്ചു തരാം. കീർത്തി ഗോ make video about Uttar Pradesh being the largest beef exporter. The irony is that they worship cows. ഈ പറഞ്ഞത് ന്യായം. ഞാൻ വേറെ കൈ പിടിക്കത്തക്ക ഒരു സാധനമാണ്. BJPക്ക് 30 കോടി സംഭാവന നൽകി ഇന്ത്യയിലെ മുൻനിര ബീഫ് കയറ്റുമതിക്കാർ. ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ പറയാൻ. വാവ്, മനുഷ്യൻ വെളുവാണ് വെളുവ്. ഓ ഇങ്ങനെയോ, ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമോ? അതിനല്ലേ നിങ്ങൾ ഇത് ചോദിക്കേണ്ടത്. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ട്. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നത്. പോയി.